പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. സ്നേഹമുള്ളവർ, ഇന്ന് വൺഡേ ധ്യാനം വ്യാഴാഴ്ചയിലത്തെ മാസത്തിലൊരിക്കലുള്ള വ്യാഴാഴ്ചയിലത്തെ വൺഡേ ധ്യാനം ഇന്ന് 9:30 തുടങ്ങി 2 മണി വരെ ഉണ്ട്. കുർബാനയും ആരാധനയും കൗൺസിലിങ്ങും കുമ്പസാരമൊക്കെ വരുന്നവർക്ക്. അപ്പോൾ അതിൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ. നിങ്ങൾ ആളുകളെ പറഞ്ഞു വിടണേ. നിങ്ങൾ വരിക. നമുക്ക് നിങ്ങളുടെ ആ നിയോഗം 41 ദിവസത്തെ പ്രാർത്ഥനയിൽ നിങ്ങൾ സമർപ്പിച്ചിരിക്കുകയാണല്ലോ. പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്നവരാണെങ്കിൽ 41 ദിവസത്തേക്ക് ഈ പ്രാർത്ഥന കേൾക്കുക, ഇതിലൂടെ ഇത് അറ്റൻഡ് ചെയ്യുക. ഒപ്പം ഇതിൽ സമർപ്പിക്കേണ്ടത്, ഈ പ്രാർത്ഥനയിൽ സമർപ്പിക്കുന്നത് നിങ്ങൾക്ക് അസാധ്യമായ 2 നിയോഗങ്ങൾ, 2 ആവശ്യങ്ങൾ ഇതിൽ സമർപ്പിച്ച് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. മറ്റുള്ളവർക്കൊക്കെ അയച്ചു കൊടുക്കുക. അവിടെ ദൈവത്തിൻ്റെ പ്രവർത്തനമാണല്ലോ. ദൈവത്തിന് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കും. അതൊരു ദൈവത്തിൻ്റെ വേല, ഈശോയുടെ വേലയാണ് നമ്മളത് ചെയ്യണത്. അവരോടത് അയച്ചു കൊടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. നല്ല കാര്യമാണ്. ഇനി നമുക്ക് താമസമുള്ള ധ്യാനം വരുന്നത് അടുത്ത മാസം 5-ാം തീയതിയാണ്. ദിവ്യകാരുണ്യ അനുഭവ ധ്യാനമാണ് വരുന്നത്. എന്നാലും നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ദൈവം തന്നേക്കണ കൃപയനുസരിച്ചുള്ള തിരുരക്താഭിഷേക പ്രാർത്ഥനകളും ക്ലാസ്സും ഉണ്ടാകും. അതോടൊപ്പം തന്നെ സ്നേഹമുള്ളവരെ, നമ്മുടെ വൺഡേ ധ്യാനം ഇന്ന് വ്യാഴാഴ്ചത്തെ ഇത് കഴിഞ്ഞാൽ പിന്നെ ഈ കമ്മിങ് സൺഡേ ഇല്ല, പിന്നെ ഉള്ള സൺഡേയിലാണ് ഞായറാഴ്ചയിലത്തുള്ള വൺഡേ ധ്യാനം. എല്ലാം ഒന്നരാടം ഞായറാഴ്ച. അപ്പോൾ ഈ കഴിഞ്ഞ സൺഡേ കഴിഞ്ഞല്ലോ, അപ്പോൾ അതുകൊണ്ട് ഈ ഞായറാഴ്ച ഇല്ല, പിന്നത്തെ സൺഡേ. എല്ലാം ഒന്നരാടം ഞായറാഴ്ചകളിലാണ് നമുക്ക് വൺഡേ ധ്യാനങ്ങൾ വരുന്നത്. അതിൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. മക്കളെ കൊണ്ടുവരിക, കൂട്ടുകാരെയും പരിചയക്കാരെയൊക്കെ പറഞ്ഞു വിടുക. നിങ്ങളുടെ കൂടെയും കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം. എൻ്റെ ദൈവമേ എഴുന്നള്ളി വരണമേ, സർവശക്തനായ ദൈവമേ എഴുന്നള്ളി വരണമേ. ഈ മക്കൾ സമർപ്പിച്ചിരിക്കുന്ന ഏത് നിയോഗങ്ങളാണോ പരിശുദ്ധ ഇന്നേ ദിവസം അർപ്പിക്കപ്പെട്ട ദിവ്യബലിയുടെ യോഗ്യതയാലും കർത്താവേ, ഇന്ന് ലോകത്തിൽ 5 ലക്ഷത്തിൽ പരം കുർബാനകൾ അർപ്പിച്ചത് ആ ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തിയാൽ, ആ പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ ഇവരുടെ എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കണമേ. അതിൻ്റെ തടസ്സങ്ങൾ മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മേരി മാതാവേ, സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ, സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ. യേശുവേ നന്ദി. സ്തുതിക്കും മക്കളെ. ഹാലേലിയ 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 ഹാലേലിയ. കർത്താവായ ഈശോയെ വേദനിക്കുന്നവരെ തൊട്ട് അനുഗ്രഹിക്കണമേ, അവരുടെ വേദനകൾ മാറ്റണമേ. വീടില്ലാതെ വേദനിക്കുന്നവർക്ക് ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണമേ കർത്താവേ. രോഗികളായി കിടക്കുന്ന എല്ലാവരുടെ രോഗങ്ങൾ മാറ്റണമേ കർത്താവേ. തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കുഞ്ഞുങ്ങൾക്ക് കർത്താവേ, ആ കുഞ്ഞിൻ്റെ ശ്വാസകോശ രോഗങ്ങൾ പരിപൂർണമായിട്ട് വികസിപ്പിക്കണമേ. ആവശ്യത്തിന് തന്നെത്താൻ ശ്വസിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ കർത്താവേ. ലിജോൻ്റെ മമ്മീനെ തൊട്ട് അനുഗ്രഹിക്കണമേ. ശരീരത്തിനകത്തും പുറമുള്ള എല്ലാവിധ രോഗങ്ങൾ മാറ്റണമേ കർത്താവേ. വെന്റിലേറ്ററിൻ്റെ ഓക്സിജൻ ICUയുടെ ആവശ്യമില്ലാതെ നോർമലായിട്ട് ശ്വസിക്കുവാൻ ആ സഹോദരിയെ തൊട്ടനുഗ്രഹിക്കണമേ. സകല വിശുദ്ധന്മാരെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക്. സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ. യേശുവേ നന്ദി, ദൈവമേ നന്ദി. ആരാധന 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 ആരാധന. ഇന്ന് വ്യാഴാഴ്ച വിശുദ്ധ സെൻറ്റ് ജൂഡിൻ്റെ, വിശുദ്ധ യുദാസ്ലിഹായുടെ മാധ്യസ്ഥം വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബഥേൽ മാതാവിൻ്റെ മാധ്യസ്ഥം വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സമർപ്പണങ്ങളെല്ലാം ഇവരേറ്റെടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞവളേ, മേരി നിന്നാമം വാഴ്ത്തിപ്പാടുന്നു. പരിശുദ്ധ കന്യാമാതാവേ, പാപികൾ ഞങ്ങൾക്കായി നിത്യം നിന്തിരുസൂതനോടെന്നെന്നും പ്രാർത്ഥിക്കണമേ തായേ. നീ എന്നെന്നും പ്രതിവിനേരത്തും. സകല വിശുദ്ധരെ കാവൽ മലാഹമാരെ കാവൽ ദൂതരെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയുമ്പോൾ ചെയ്യുമുണ്ടായിരിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ നമ്മുടെ അന്യമേ പാവികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണ സമയത്ത് ഇന്ന് ഞങ്ങളെ സമർപ്പിച്ച എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും
സാധിച്ചു കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.